ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്യക്തി സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വീഡിയോയിൽ കണ്ടതിൽ സന്തോഷം. എലിസബത്തിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ ഈ വിഷയത്തിൽ എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എലിസബത്തിന് നീതി കിട്ടണമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞു വന്ന് കമന്റ് ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ ചെയ്ത് നിർത്തി, അതിന്റെ സാഹചര്യം ഇതിനിടയിൽ പറഞ്ഞു പോകാം. പക്ഷെ ഇപ്പോൾ എലിസബത്ത് വീഡിയോയിൽ ഒന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന്, ഇത്രയും നല്ല എലിസബത്ത് ഒരു ഇരുട്ടിന്റെ മറയിൽ നിന്ന് സംസാരിക്കുന്ന പോലെയായിരുന്നു. ആദ്യമൊക്കെ സംസാരിച്ച എലിസബത്ത് പെട്ടെന്ന് ഈ സൈബർ ആക്രമണം പോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ കുറഞ്ഞ പക്ഷം അവര് ഒരു കമന്റ് സ്ക്രീനിലിട്ട് അല്ലെങ്കിൽ ഇരുട്ടത്ത് നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അവരെ ഇരുട്ടത്ത് നിന്നും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പോയി നോക്കാം. ഹായ്, എലിസബത്ത് ആണ്. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് തീർച്ചയായിട്ടും ചില സംശയങ്ങൾ തോന്നിയിരുന്നു. പെട്ടെന്ന് വീഡിയോ നിർത്തിയപ്പോൾ വീഡിയോ ചെയ്യണമെന്നൊന്നും നമ്മൾക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഇനിയും ഈ പറയുന്ന ആ വ്യക്തിക്കെതിരെ സംസാരിച്ച് വീഡിയോ വരണമെന്നും ആ വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു എലിസബത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ്. എലിസബത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിയമത്തിനും പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എലിസബത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊരു ആശങ്ക, ആ ആശങ്കയുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളും, അല്ലെ, നിങ്ങൾക്ക് എന്താ തോന്നിയിരുന്നത് ഈ വീഡിയോ കാണാതായപ്പോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു ഭയം തോന്നിയിരുന്നു അവരെ കാണാത്തത്. അല്ലാതെ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ സംസാരിക്കൂ, ഞങ്ങൾക്ക് അതിന്റെ മേലിൽ കയറിയിട്ട് കുതിര കയറണം എന്നൊരു ധാരണയായിരുന്നില്ല. മാത്രമല്ല, ഞാൻ വിചാരിച്ചിരുന്ന കാര്യം ഇനി വീഡിയോയിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ടും ഒരു നീക്കമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നമുക്ക് ബാക്കി കണ്ടു നോക്കാം. ഹാപ്പിയാണോ, സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ. സോറി. ഇതില് ഈ സോറി ഞാൻ എടുക്കുന്നത് നിങ്ങൾ വീഡിയോ ഇടാത്തതിലല്ല, പക്ഷേ ഇതിനിടക്ക് വന്നൊരു ചെറിയ തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സംസാരിക്കാൻ നിർത്തിയോട്ടെ വിഷയം. അതായത് ഈ ട്രാക്കിലുള്ള വിഷയം വരട്ടെ, അപ്പൊ പ്രതികരിക്കാം എന്നുള്ളതായിരുന്നു. ഇതിടക്കൊന്ന് ഓഫ് ട്രാക്ക് പോയതുപോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അഭിരാമിയുടെ Q&A വന്നതിന് ശേഷം എലിസബത്ത് നടത്തിയ പ്രതികരണം. അപ്പൊ എനിക്ക് തോന്നിയത് ഇവർ തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ എലിസബത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ രീതിയിൽ ചർച്ച പോകുന്ന കണ്ടപ്പോൾ പിന്നീട് ഒരു കുക്കുവിന്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതെല്ലാം മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിൽ വിഷമം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എലിസബത്ത് ആ വീഡിയോ ഇട്ടിരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ഇനി ഒരാൾ ട്രാപ്പിൽ പെടാൻ പാടില്ല. മറ്റൊന്ന്, ഈ ട്രാപ്പിൽ പെടുത്തുന്ന ആൾക്ക് നിയമപരമായ ശിക്ഷ ലഭിക്കണം, അയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകണം. ഇതിൽ നിന്നും മാറി ഇരകളാക്കപ്പെട്ടവർ തമ്മിൽ അടിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ തോന്നിയൊരു വിഷമം. ആ വിഷമം കൊണ്ടാണ് പിന്നീട് വന്ന ഒരു സബ്ജക്റ്റിലും പിന്നീട് എലിസബത്ത് വീഡിയോ ഇട്ടു, ഞാനത് റിയാക്ഷൻ എടുത്തില്ല. കാരണം അത് ഓഫ് ട്രാക്ക് പോകുന്ന വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. അല്ലാതെ ഈ പറയുന്ന കുക്കു സംസാരിച്ചപ്പോൾ അതൊന്നും എടുത്തതേയില്ല, ആ വിഷയങ്ങൾ അതിന് എടുത്തതില്ല. അതിനർത്ഥം എലിസബത്തിനുള്ള സപ്പോർട്ട് പിൻവലിച്ചു എന്നല്ല. അത്തരം വിഷയങ്ങൾ സംസാരിച്ച് അത് കാണുമ്പോൾ മറുവശത്തിരിക്കുന്ന ആളെ വിചാരിക്കുമല്ലോ, എന്നെ വിട്ട് ഇനിയിപ്പോൾ അവരുടെ പാടെ അവർ തമ്മിലടിച്ച് തീർത്തോളും. ആ ധാരണ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാണ് ഈ വിഷയം പിന്നീട് സംസാരിക്കാതെ തന്നെ ഇരുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാരണമാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറേ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെപ്പുകൾ എടുത്തതെന്ന് വിശ്വസിക്കുന്നു പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എലിസബത്ത് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെയും പലരും നിയമപരമായി നീങ്ങിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അത് നല്ല കാര്യമാണ്, അത് വേണമെന്നേ. അങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തി എല്ലാവരുടെയും വായടക്കാൻ ശ്രമിക്കരുതല്ലോ. ദുർബലരായ ആളുകൾക്കും ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് ചാടി ഇറങ്ങുകയല്ല. ഇതിന് നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ചും, അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടേതായ രീതിയിലുള്ള പൊളിറ്റിക്കൽ ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക മേഖലയിലുള്ള ബന്ധങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിനോട്ട് തുടങ്ങിയൊന്നുമല്ല. സ്കൂൾ രാഷ്ട്രീയം മുതൽ തന്നെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പിന്നീടും രാഷ്ട്രീയ ബന്ധങ്ങളും സൗഹൃദങ്ങളും അതേപോലെ സാമൂഹിക ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് സൗഹൃദത്തിന് മാത്രമായിട്ടാണ് അന്ന് ഇന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക്
ഒരു അഡ്വാൻറ്റേജും എടുത്തിട്ടില്ല. അപ്പം അത്തരം ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഈ വിഷയം, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചും. അവരിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകളൊക്കെ മനസ്സിൽ കണ്ടു തന്നെയാണ് ചില വിഷയങ്ങളിൽ പ്രതികരിക്കാറുള്ളത് തന്നെ. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ പറയുന്നത് ഈ നിയമപരമായിട്ട് ഇവരെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പലരുമായിട്ട് സംസാരിച്ചിരുന്നു. അതല്ലേ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴൊക്കെ മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്. അത് ഇപ്പോൾ എലിസബത്തിന് ലഭിച്ചിരിക്കുന്ന സപ്പോർട്ട് അവരാദ്യം വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് ലഭിച്ച സപ്പോർട്ടാണെന്നാണ്. ശരിയാണെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അതല്ലാതെ എലിസബത്ത് ഒരു സുപ്രഭാതത്തിൽ കേസിന് പോയിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾ നമുക്കറിയാമല്ലോ, അമൃതയ്ക്ക് ആദ്യം നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പല വിഷയങ്ങളും. അമൃതയും പാപ്പുവിനെയൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഒറ്റപ്പെടുത്തൽ എലിസബത്തിനുണ്ടായനെ. എലിസബത്തിന് അതൊരു പക്ഷെ താങ്ങാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ അവർക്ക് വലിയൊരു പിന്തുണയുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് ടൈം. ഇപ്പോൾ അവർ പറഞ്ഞ സ്റ്റെപ്സ് എടുത്തിരിക്കുന്നു, വളരെ ബോൾഡായ ഡിസിഷൻ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ വീഡിയോ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുക്കറി ഷോയും പാട്ടും പാടി തിന്നും പാടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വിചാരം ഇതെല്ലാം തീർന്നു, ഞാൻ ഒതുക്കി തീർത്തു, നിയമ സംവിധാനങ്ങളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചു. ആരെന്നെ ചോദ്യം ചെയ്തു? ഒരു മാധ്യമം, ആ വാക്യം പറയുന്നില്ല, എന്താ സ്റ്റിഞ്ച് ഓപ്പറേഷൻ, മാധ്യമ ധാർമ്മികത. ഞാൻ കൃത്യമായിട്ട് നിലതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് വലിയ മാധ്യമ ധാർമ്മികത എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. ദുർബലന്റെ ഒപ്പം നിൽക്കില്ല. അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റീസണിങ് ആണ് പല വിഷയങ്ങളിലും. ഇത്രയും നാൾ ഈ പെൺകുട്ടി സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാതെ ഒരുത്തന് മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ മൈക്കും കുത്തിത്തിരി ഓടിച്ചെന്നിരിക്കുന്നവരാ. അങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചവർക്കൊക്കെ ഉള്ള ശക്തമായ ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ വന്നിരുന്നുള്ള സംസാരം. ശക്തമായ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇതിനകത്ത് ഇവർ പറയണ സ്റ്റെപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് എലിസബത്ത് ആർജിച്ചെടുത്ത ധൈര്യമാണെന്നുള്ളത്. അതിനെ പിന്തുണച്ച എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരടക്കം അല്ലെങ്കിൽ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ട് പിന്തുണ അർപ്പിച്ച അവർ കൂടി കൊടുത്തൊരു ധൈര്യമാണ്. അതിൽ നമ്മൾക്കും സന്തോഷിക്കാം ആ കാര്യത്തിൽ. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കാം. അത് ഇനി ഞാൻ പറയുന്നത് എലിസബത്തിനെ പിന്തുണക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കണം. നിയമപരമായിട്ട് അവർ നീങ്ങിക്കഴിഞ്ഞാൽ ഇനി പരസ്യ പ്രസ്താവനകൾക്ക് മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലുള്ള പരസ്യമായിട്ടുള്ള സംസാരങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി അത് നിയമപരമായിട്ടായിരിക്കണം നീങ്ങേണ്ടത്. ഇപ്പോൾ നിങ്ങളത് അമൃതയുടെ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഭിരാമൻ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അഭിരാമിക്ക് പോലും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അവർ സംസാരിക്കുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് അമൃതയാണ് എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇനി അത് എലിസബത്തിന്റെ കാര്യത്തിലും പിന്തുണ കൊടുക്കുന്നവർ അത് മനസ്സിലാക്കണം. നിയമ നടപടികൾ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പരസ്യ പ്രസ്താവനകൾക്ക്, പരസ്യമായ വെളിപ്പെടുത്തലുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതേ പിന്തുണ അത് എലിസബത്തിന് ഇനി ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഗോ അഹെഡ്. എല്ലാം നല്ലതായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് സീരിയസ്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ചെയ്തത് ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. സോറി. ഞാൻ മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു. ഇത്തിരി ഇടാത്തതിൽ ഇത്തിരി കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. സോറി. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കൺസേണിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രേയേഴ്സ് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാതും മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രേയേഴ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് പ്രേയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥനയിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല. ഒരു വാക്ക് അയാളിൽ നിന്ന് ആശ്വാസമായിട്ട് വന്നാൽ പോലും ഞാനത് എടുക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതാണ് ഞാൻ ഒരിക്കലും അതൊരു ആശ്വാസ വാക്കായിട്ട് പോലും എനിക്ക് തോന്നാറില്ല. ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറയുന്നത്. ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു എന്ന് പറഞ്ഞാൽ ഐ എം റിയലി ഹാപ്പി. ഒന്നും ചെയ്തതിലും കുഴപ്പമില്ല. കാരണം ആ കൂടെ നിൽക്കുന്നതിലും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതിലുമാണ് ഞാൻ കൂടുതൽ ആത്മാർത്ഥമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലിസബത്ത്, നിങ്ങളൊരു സഹോദരി എന്ന നിലയിൽ ഈ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടാവും. നിങ്ങളിടക്കൊന്ന് ഓഫ് ട്രാക്ക് പോയപ്പോൾ അത് എനിക്ക് തോന്നി അത് ഓഫ് ട്രാക്ക് പോവുകയാണെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നിങ്ങൾ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചത് പണ്ട് നിങ്ങൾ ചെയ്തൊരു വീഡിയോയിൽ ഇടയ്ക്ക്, പണ്ടെന്നല്ല ഒരുപാട് പഴയൊന്നുമല്ല, ഈ ഇടയ്ക്ക് ഇത് 2-3 വീഡിയോക്ക് മുന്നേ ആയിരിക്കണം, അത് ഇരുട്ടത്തേക്കാണ് ആ ക്യാമറ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മൊബൈലിൻ്റെ ക്യാമറ താഴത്തേക്കാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ആ മൊബൈൽ ഒന്ന് അനങ്ങിയപ്പോൾ ചെറിയ വെട്ടം മൂലക്ക് നിന്ന് തോന്നും.
അതിനെക്കുറിച്ച് ആ വീഡിയോയിൽ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ വിട്ടുപോയി പറഞ്ഞു വന്നപ്പോഴേക്കും. ആ വെളിച്ചം ഇപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ ആ ധൈര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നിങ്ങൾ നേരെ വന്നെന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നിയമ നടപടിയാണെന്നാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിലവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പിന്തുണ അതെല്ലാ കാലത്തും ഉണ്ടാവും. ഇടയ്ക്ക് ഒരു കമൻറ്റ് ഒരു സുഹൃത്ത് ഇട്ടുണ്ടായിരുന്നു, അതും എന്നെ ആശങ്കപ്പെടുത്തിയ കമൻറ്റ് കണ്ടപ്പോൾ. കമൻറ്റ് ഇട്ട ആൾ പറഞ്ഞത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നിയമ നടപടികളല്ലാതെ എലിസബത്ത് ഇങ്ങനെ സംസാരിച്ച് മാത്രം പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടുകയും അവർക്ക് നീതി ലഭിക്കുന്നത് ഇല്ലാതാകുകയും ചെയ്യുന്നുവെന്ന് അവർ ആശങ്കപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ആശങ്കയാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ്, എലിസബത്ത് നിയമ നടപടിയിലേക്ക് നീങ്ങേണ്ട സമയമാണ്. ഇപ്പോൾ ആളുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ, പല വിഷയങ്ങളെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അറിയാം. ചാരിറ്റി ഒക്കെ കാണിച്ച് എന്തായിരുന്നു ഇവിടെ മേളാങ്കോട്ട്. അത് കണ്ടിട്ട് നെമ്മമരമേ എന്ന് പറഞ്ഞ് പാടി പുറകെ നടന്ന ആളുകൾ വേറെ, അവരിപ്പോഴും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നതിന് പിന്നാലെ ഇതൊക്കെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. കസ്തൂരികൾ പുറത്തിറങ്ങും. ഇനി വായടപ്പിക്കണമല്ലോ, ഇറങ്ങുമായിരിക്കും. എന്തായാലും ആട്ടെ, പല വിഷയങ്ങൾ, ചാരിറ്റി, അവയവദാനം, ചെകുത്താനാക്രമിക്കാൻ പോയ വിഷയം, ഉണ്ണിമൂന്തനുമായിട്ടുള്ള വിഷയം, ഇതിലൊക്കെ ഒരുപാട് ക്ലാരിറ്റി ഈ പെൺകുട്ടി വരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴും ഇവർ അനുഭവിച്ച വേദന, അതിനൊരു മറുപടി നീതിപീഠത്തിൽ നിന്ന് ലഭിക്കാതെ പോകരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റിഞ്ച് ഓപ്പറേഷനിലേക്ക് ക്രൈംബ്രാഞ്ച് ഇടപെട്ടു, വീഡിയോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. സന്തോഷം നിയമം ഇറങ്ങിത്തിരിക്കുന്നതിൽ. കാരണം അവിടെ ഒരു അതിജീവിതയുണ്ട്, അവർക്ക് നീതി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇതും ഒരു അതിജീവിതയാണ്, എലിസബത്തും ഒരു അതിജീവിതയാണ്. അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. എന്താണ് വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.